4 മുതൽ 15 മീറ്റർ വരെ ഉയരമുള്ള ടൈറ്റൻസ് എന്ന നരഭോജികളായ രാക്ഷസന്മാർ അവരുടെ ആ ലോകത്ത് സ്വയരക്ഷയ്ക്കായി മതിലുകൾക്കുള്ളിൽ കഴിയുന്ന ഒരു കൂട്ടം പാവ മനുഷ്യർ 100 വർഷം നീണ്ട അവരുടെ ആ സമാധാനപരമായ ജീവിതത്തിലേക്ക് ആ ഒരു ദിവസം എത്തുന്നു. അതോടുകൂടി അവരുടെ 100 വർഷം നീണ്ട സമാധാനം ഇല്ലാതാകുന്നു. കഥ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഇത് അവസാനിക്കുന്നത് ഒരു ഡിഫറെന്റ് ലെവലിലായിരിക്കും. അനിമാജിക്കിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആവേശം പൊങ്ങുന്നേ, ആകാശം മുട്ടുന്നേ, ആഘോഷക്കാലത്തിൻ ആരംഭം കാണുന്നേ. ഹാജിമെ ഇസയാമ എന്ന ജാപ്പനീസ് ഓതർ എഴുതിയ മാങ്കയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അനിമെ. അപ്പൊ ഈ ഒരു അനിമയ്ക്ക് 4 സീസൺസ് ഉണ്ട്. 4 സീസൺസ് കഴിഞ്ഞിട്ട് 2 മൂവി കൂടിയും കഴിയുമ്പോഴാണ് ഈ ഒരു അനിമയുടെ കംപ്ലീറ്റ് സ്റ്റോറി ഫിനിഷ് ആവാം. അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന് പറഞ്ഞ ഈ ഒരു അനിമയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അതിന്റെ സ്റ്റോറി ലൈൻ തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു പ്ലോട്ട് പോലെ പറഞ്ഞെങ്കിലും ഈ ഫുൾ സീരീസിൻ്റെ പ്ലോട്ട് അതല്ല. ഇതിൻ്റെ പ്ലോട്ടിൽ കുറേ ട്വിസ്റ്റ് വരും. ട്വിസ്റ്റൊക്കെ വന്ന് പ്ലോട്ടൊക്കെ സത്യം പറഞ്ഞാൽ ടോട്ടലി ചേഞ്ച് ആവണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓരോ 6-7 എപ്പിസോഡ് കൂടുമ്പോഴും പുതിയ പുതിയ സീക്രറ്റ്സ് റിവീൽ ചെയ്യുകയാണ് ഈ സത്യം പറഞ്ഞ ഈ ഒരു അനിമെ ചെയ്യുന്നത്. പിന്നെ അനാവശ്യമായിട്ടുള്ള ഫില്ലർ എപ്പിസോഡ് വെച്ച് ഈ അനിമയെ വലിച്ചു നീട്ടമൊന്നും ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡും സ്റ്റോറിയിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഒരു അനിമെ ഒരു പ്രാവശ്യം വാച്ച് ചെയ്യുന്നേക്കാളും സെക്കൻഡ് ടൈം റീവാച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഇത് എത്ര വലിയൊരു മാസ്റ്റർ പീസ് ആണെന്ന് ഫീൽ ചെയ്യുക. പിന്നെ ഈ ഒരു അനിമയുടെ ജീനർ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പിള്ളേർക്ക് പറ്റിയതല്ല. ഇത് സത്യം പറഞ്ഞാൽ ഹൊററാണ്, ട്രാജഡിയാണ്, അങ്ങനത്തെ ഒരു അനിമയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 13 വയസ്സായവർ മാത്രമേ ഈ ഒരു അനിമെ കാണുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താം. ആക്ച്വലി ഇതൊരു 18+ ആയിട്ടുള്ള അനിമയാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വയലൻസ് ആണ്. കുറച്ച് സാഡായിട്ടുള്ള സീൻസൊക്കെയാണ്. സത്യം പറഞ്ഞാൽ കുറേ ട്രോമ വരുന്ന സീൻസൊക്കെ ഇതിലുണ്ട് കുട്ടികൾക്കാണെങ്കിൽ. ഇതിൻ്റെ ആർട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റുഡിയോസാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 3 സീസൺ ചെയ്തിരിക്കുന്നത് ബിറ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 4th സീസണും പിന്നെയുള്ള 2 മൂവീസും ചെയ്തിരിക്കുന്നത് മാപ്പ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഈ 2 കൂട്ടരും വളരെ നന്നായിട്ട് തന്നെയാണ് അനിമേഷൻസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടം ബിറ്റ് സ്റ്റുഡിയോസ് ആണ്. കാരണം അത് കുറച്ചുകൂടി നന്നായിട്ട് ഹ്യൂമൻ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. മാപ്പ് നന്നായിട്ടാണ് ഹ്യൂമൻ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാപ്പ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഹ്യൂമൻ ഫീച്ചേഴ്സിന് ഡീറ്റെയിലിംഗ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 3D ആയിട്ടുള്ള അനിമേഷൻ പറയുമ്പോൾ സത്യം പറഞ്ഞ മാപ്പ് തന്നെയാണ് ബെറ്റർ. ഭയങ്കര യുണീക്കും മൈൻഡ് ക്യാച്ചിങ്ങും ആയിട്ടുള്ള ഒരു സ്റ്റോറിയുടെ ഒപ്പം തന്നെ ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു അനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു അനിമയുടെ പ്രൊട്ടഗനിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മെയിൻ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറൻ യേഗർ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. എറൻ്റെ ഒരു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുട്ടിക്കാലം തൊട്ട് തന്നെ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഫ്രീഡം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെല്ലാവരും കൂടി ടൈറ്റൻസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓൾമോസ്റ്റ് 50 മീറ്റർ ഉയരമുള്ള ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ്. മതിൽക്കെട്ട് ഒരെണ്ണമല്ല, 3 മതിലുകളുണ്ട് സത്യം പറഞ്ഞ ഉള്ളിലായിട്ട്. അതിൻ്റെ 3 പേരാണ് സീന, റോസ്, മരിയ. ആ 3 എണ്ണത്തിൽ ഔട്ടർ മോസ്റ്റ് വോളായിട്ടുള്ള വോൾ മരിയയുടെ ആ ഔട്ടർ ഗേറ്റിലാണ് എറൻ യേഗറും ഫാമിലി ആയിട്ട് താമസിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഒരു ദിവസം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു സംഭവം നടക്കുന്നത്. അവരുടെ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലേക്ക് ടൈറ്റൻസ് വീണ്ടും കടന്നു വരുന്നു. അങ്ങനെ എറൻ യേഗറിന് അവൻ്റെ പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെടുന്നു. തൻ്റെ എല്ലാ ഹാപ്പിനെസ്സും തട്ടിയെടുത്ത ടൈറ്റൻസിനോടുള്ള ദേഷ്യവും പ്രതികാരമോഹവും ഒക്കെയാണ് പിന്നീട് ഈ കഥ എറൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണം. ഇതിൻ്റെ ഫീമെയിൽ ലീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളുടെ പേര് മിക്കാസ എന്നാണ്. ചെറുപ്പത്തിൽ തന്നെ അനാഥയായ മിക്കാസയെ നോക്കി വളർത്തിയത് ഈ പറയുന്ന എറൻ യേഗറിൻ്റെ ഫാമിലിയാണ്. മിക്കാസേനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എറനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ ഓവർ പ്രൊട്ടക്റ്റീവാണ്. പിന്നെ ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മിക്കാസ. അതിനുള്ള കാരണമൊക്കെ നിങ്ങൾ അനിമെ കണ്ട് കുറച്ചാകുമ്പോൾ മനസ്സിലാവും. മിക്കാസയ്ക്ക് ചെറുപ്പം തൊട്ട് തന്നെ എറനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് റൊമാൻറ്റിക് സീൻസ് ഇല്ലെങ്കിൽ പോലും അവർ തമ്മിലുള്ള ആ ലവ് സ്റ്റോറി അത് വളരെ മാജിക്കലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവരുടെ ആ ട്രയോ കംപ്ലീറ്റ് ചെയ്യുന്ന 3ാമത്തെ ക്യാരക്ടറാണ് ആർമിൻ എന്ന് പറയുന്ന പയ്യൻ. അവൻ ചെറുപ്പം തൊട്ട് തന്നെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പയ്യനാണ്. കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് കറക്റ്റായിട്ടുള്ള ടൈമിൽ എടുക്കുന്നത് അവൻ്റെ ഒരു ക്വാളിറ്റിയാണ്. പിന്നെ ഇവർ 3 പേര് കൂടാതെ മറ്റുള്ള ക്യാരക്ടേഴ്സും സത്യം പറഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ്. നമ്മളോടൊക്കെ ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ ഒരു അനിമയിലുണ്ട്. ക്യാപ്റ്റൻ ലീവായി, ക്യാപ്റ്റൻ എർവിൻ സ്മിത്ത്, അങ്ങനെയുള്ളവർക്കൊക്കെ സത്യം പറഞ്ഞ ഈ ഒരു അനിമയിൽ വലിയ റോൾ തന്നെയാണുള്ളത്. ഞാനങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ പേര് പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല.
സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഈ ഒരു അനിമയെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരെ ഡെവലപ്പ് ചെയ്യാനും ഈ അനിമയെ മറക്കുന്നില്ല. സത്യം പറഞ്ഞാൽ സീസൺ 1 ക്യാരക്ടറും അതേ ക്യാരക്ടറിനെ തന്നെ നമ്മൾ സീസൺ 4 തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നമുക്ക് ത്രൂ ഔട്ട് അനിമയെ ഫീൽ ചെയ്യാനും പറ്റും. പിന്നെ ഈ ഒരു അനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് ഈ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് ഒരു സെക്കൻഡ് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോരോ മിസ്റ്ററീസ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള തിയറികളൊക്കെ മനസ്സിൽ വിചാരിക്കും. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി അതൊന്നും ആയിരിക്കില്ല ശരി. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഈ കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാൻ പറയും സത്യം പറഞ്ഞാൽ നിങ്ങൾ വലിയൊരു സംഭവമാണെന്ന്. കാരണം ഞാനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയുടെ അടുത്ത് കൂടെ പോലുമല്ല ഇത് പോകുന്നത്. നിങ്ങളിപ്പോൾ ഏത് തരം അനിമയുടെ ഫാനാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും അറ്റാക്ക് ഓൺ ടൈറ്റൻ കണ്ടു നോക്കണം. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് 3 സീസണെങ്കിലും കണ്ടു നോക്കിയാൽ മാത്രമേ ഈ ഒരു കഥ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. കാരണം ഫസ്റ്റത്തെ 1-2 സീസണൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓരോ ഫ്ലാഷ് ബാക്കൊക്കെ എപ്പോഴാണ് നടന്നത്, എങ്ങനെയാണ് നടന്നത്, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് സീസൺ 3 കഴിയുമ്പോൾ ഫുള്ളായിട്ട് ക്ലിയർ ആവും. ഇപ്പോൾ ഫസ്റ്റ് സീസൺ അല്ലെങ്കിൽ സെക്കൻഡ് സീസണൊക്കെ കഴിയുമ്പോൾ ഇതെനിക്ക് പറ്റില്ല, എനിക്കിത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദയവ് ചെയ്ത് ക്വിറ്റ് ചെയ്യരുത്. നിങ്ങൾ ജസ്റ്റ് സീസൺ 3 കൂടി കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പ് തരാം, ഇപ്പം നിങ്ങൾ ഈ അനിമയെ ഫുള്ള് കണ്ട് തീർത്ത് കഴിഞ്ഞാൽ അതൊരിക്കലും വേസ്റ്റ് ഓഫ് ടൈം ആവില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന് പറഞ്ഞ ഈ ഒരു അനിമയുടെ റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ ഫ്രീ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഏറ്റവും ഇൻട്രസ്റ്റിങ്ങും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല സ്പോയിലേഴ്സിനെ പേടിച്ചിട്ട്. കാരണം ഇത്രയും നല്ലൊരു അനിമയെ കാരണം നിങ്ങൾ കാണുമ്പോൾ അത് നിങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കണം. സ്പോയിലേഴ്സൊക്കെ തന്നെ നശിപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോയാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത രീതിയിലോ അല്ലെങ്കിൽ പറഞ്ഞു തന്ന രീതിയിലോ ഒക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ ഈ അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന് പറഞ്ഞൊരു അനിമെ കണ്ടു കഴിഞ്ഞ ആൾ ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ച് വല്ല മിസ്റ്റേക്ക് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അഡ്വൈസ് ചെയ്യുക എന്നെ. ഓക്കെ, അതുപോലെ തന്നെ ഈ അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന് പറഞ്ഞ അനിമെ കാണാത്ത ആളുകൾക്ക് ആർക്കെങ്കിലും ഒക്കെ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ അത് കാണാൻ തോന്നിയെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. പിന്നെ ഈ അനിമിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക്കാണ്. അതായത് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ആ സീനിനെ ലിഫ്റ്റ് ചെയ്യുന്ന ടൈപ്പിലാണ് ഓരോ സീനിലും മ്യൂസിക്കൊക്കെ ഇവർ പ്ലേ ചെയ്യുന്നത്. അപ്പം ഞാനത് ജസ്റ്റ് മെയിൻ പാർട്ടിൻ്റെ ഒപ്പം പറയാൻ മറന്നുപോയതുകൊണ്ട് ഇപ്പോൾ പറയുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത എപ്പിസോഡ് വരെ ഗുഡ് ബൈ.